പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു പുതിയ വിശുദ്ധനെ പരിചയപ്പെടുകയാണ്. സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടി ക്രിസ്തുവിൻ്റെ ദിവ്യബലിയോടൊപ്പം തൻ്റെ രക്തവും ബലിയായി നൽകിക്കൊണ്ട് രക്തസാക്ഷിയായി തീർന്ന ഒരു വിശുദ്ധൻ, ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ ഓസ്കർ റൊമേറോ. അദ്ദേഹം ജനിച്ചത് 1917 ഇറ്റലിയിൽ മധ്യ അമേരിക്കയിൽ എൽ സാൽവഡോർ എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സാൻറ്റോസ് റൊമേറോ. അദ്ദേഹം ഒരു ടെലിഗ്രാഫ് ഓപ്പറേറ്റർ ആയിരുന്നു. അമ്മ ഗ്വാദലുപ്പെ. അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും 8 മക്കൾ. 8 മക്കളിൽ ഒരാളായിരുന്നു ഓസ്കർ റൊമേറോ. ഓസ്കർ റൊമേറോ ചെറുപ്പം മുതൽ തന്നെ പഠനത്തിൽ വളരെ മികവ് കാണിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠന മികവ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ഓസ്കർ 13-ാമത്തെ വയസ്സിലാണ് സെമിനാരിയിൽ ചേരുക. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ വിശ്വാസ ജീവിതത്തിലും ആ ഒരു കുടുംബം വളരെയേറെ ശ്രദ്ധ പുലർത്തിയിരുന്നു. അനുദിന ദിവ്യബലിയിലും കുടുംബ പ്രാർത്ഥനയിലും എല്ലാം വളരെ തീക്ഷ്ണതയോടുകൂടി തന്നെയാണ് ഈ ഒരു കുടുംബം പങ്കുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഓസ്കറിന് തൻ്റെ വിശ്വാസ ജീവിതത്തിൽ വളരെയേറെ ആഴപ്പെട്ട് വളരുവാനായിട്ടും അതോടൊപ്പം തന്നെ ക്രിസ്തുവൻമുഖമായിട്ട് ജീവിക്കുവാനൊക്കെ ആയിട്ട് ഓസ്കറിന് സാധിച്ചിരുന്നു. 13-ാമത്തെ വയസ്സിൽ നമ്മൾക്കറിയാം, സാധാരണ യുവാക്കൾക്ക് ലഭിക്കുന്ന ആ ഒരു ഏജ് ലിമിറ്റിനൊക്കെ വളരെ മുമ്പ് തന്നെ ഓസ്കറിന് സെമിനാരിയിൽ ജോയിൻ ചെയ്യുവാനായിട്ടും തൻ്റെ വൈദിക പഠനം ആരംഭിക്കുവാനൊക്കെ ആയിട്ട് ഓസ്കറിന് ഭാഗ്യം ലഭിക്കുകയാണ്. ഏപ്രിൽ 14 തീയതിയാണ് ഓസ്കർ വൈദികനായി തീരുന്നത്. ഓസ്കറിൻ്റെ ആദ്യത്തെ മിനിസ്ട്രി ആരംഭിക്കുന്നത് എൽ സാൽവഡോറിലാണ്. വിശുദ്ധ ഓസ്കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സേവന രംഗം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിക്ക് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു മിനിസ്ട്രി എന്ന് പറയുക. അദ്ദേഹം ഏറ്റവും അധികം ഓസ്കറിനെ കുറിച്ച് നമ്മൾ സ്മരിക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. അപ്പോൾ ഓസ്കർ റൊമേറോ തൻ്റെ ശുശ്രൂഷ എൽ സാൽവഡോറിൽ ആരംഭിക്കുമ്പോൾ അദ്ദേഹം കൂടുതലായും ഇറങ്ങിച്ചെന്നത് ആ നാട്ടിലെ പാവപ്പെട്ടവരുടെ ഇടയിലേക്കാണ്. ആ നാട്ടിലെ ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് നിറവേറ്റി കൊടുക്കാനാണ് അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തൻ്റെ അനുദിന സ്പിരിച്വലായിട്ടുള്ള ശുശ്രൂഷകൾ, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം സാമൂഹിക ശുശ്രൂഷയിലും വളരെ സജീവമായിട്ട് തന്നെ അദ്ദേഹം പങ്കെടുത്തു. 1970 ഓസ്കർ റൊമേറോയെ എൽ സാൽവഡോറിലെ മെത്രാനായിട്ട് നിയമിക്കുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ കലാപങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പിന്നീട് 1977 അദ്ദേഹം സാൻ സാൽവഡോറിലെ മെത്രാപൊലീത്തയുമായി ഉന്നതമായ ഒരു പദവി അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഈ ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തം ലഭിക്കുമ്പോൾ ആ നാട്ടിലെ സാഹചര്യം വളരെയേറെ കലുഷിതമായൊരു സാഹചര്യമായിരുന്നു. കാര്യം, രാഷ്ട്രീയ കലാപങ്ങൾ വളരെയേറെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ തൻ്റെ പുതിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ തൻ്റെ അനുദിനമായ ശുശ്രൂഷകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത് അദ്ദേഹത്തെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. എങ്കിലും അധികമൊന്നും അദ്ദേഹത്തിന് ഇറങ്ങി ചെന്ന് ചെയ്യുവാനായിട്ട് സാഹചര്യമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു അസ്വസ്ഥത നിലനിന്നുകൊണ്ടിരുന്നു. അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കർഷകരും സർക്കാരും തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ നിലനിന്നിരുന്നു. അതായത് കർഷകർ ചെന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കർഷകർ രാഷ്ട്രത്തിൽ ഭിന്നതയുണ്ടാക്കുന്നു, കലാപങ്ങൾ ഉളവാക്കുകയാണ് ചെയ്യുന്നതെന്ന് സർക്കാർ ആരോപിക്കുകയും കർഷകരും സർക്കാരും തമ്മിലുള്ള വളരെയേറെ വിപ്ലവകരമായ സംഭവങ്ങൾ ആ നാട്ടിൽ നിലനിന്നുകൊണ്ടിരിക്കുകയും അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തനിക്കും എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പല രീതിയിൽ ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടയലേഖനങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും ഇതിനെതിരെ ശബ്ദമുയർത്താനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സപ്പോർട്ടിന്
അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു സുഹൃത്തായിട്ട് ഫാദർ ഗ്രാൻഡെ, റൂട്ടിലിഗോ ഗ്രാൻഡെ എന്ന് പറഞ്ഞ ഒരു വൈദികൻ, ഒരു ജെസ്യൂട്ട് വൈദികൻ ഓസ്കർ റൊമേറോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹവും ഇതുപോലെ തന്നെ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു ഫാദർ ഗ്രാൻഡെ. അപ്പോൾ ഈ ഒരു ഇങ്ങനെ സർക്കാരിനെതിരെ പ്രവർത്തിച്ചിരുന്നില്ലേ, അതിനെതിരെ ശബ്ദമുയർത്തിയിരുന്ന ആൾക്കാരെ എല്ലാം അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ, അന്യായമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഇതുപോലെ ഫാദർ ഗ്രാൻഡെയും ഇതുപോലെ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ട് കിടന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അധികം താമസിയാതെ തന്നെ ആ ഒരു ദുഃഖവാർത്ത ഓസ്കാറിനെ തേടിയെത്തി. അതായത് ഫാദർ ഗ്രാൻഡെ കൊല്ലപ്പെട്ടു. ഗ്രാൻഡെ ഇതുപോലെ വളരെയേറെ തീക്ഷ്ണതയോടുകൂടി കർഷകരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട്, അവരുടെ കാര്യങ്ങൾ നടത്തി കിട്ടുവാനായിട്ട് മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു. അങ്ങനെ തൻ്റെ ആത്മസുഹൃത്തായ ഗ്രാൻഡയുടെ മരണം ഓസ്കാറിനെ വളരെയേറെ ചിന്തിപ്പിച്ചു. അന്ന് അദ്ദേഹത്തോടൊപ്പം മറ്റ് 2 പേരും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫാദർ ഗ്രാൻഡയോടൊപ്പം. അങ്ങനെ ആ മൃതസംസ്കാര ചടങ്ങിൽ ഫാദർ ഗ്രാൻഡയുടെ മൃതസംസ്കാര ചടങ്ങിൽ ഓസ്കാർ നിൽക്കുമ്പോൾ, അന്ന് ഈ 3 മൃതദേഹങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആണ് ഓസ്കാർ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നത്. എന്താണ് തനിക്കിനി ചെയ്യാൻ പറ്റുക, ഇതോടെ ഇത് എല്ലാം അവസാനിച്ചോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുമ്പോഴാണ് പുതിയൊരു വെളിച്ചം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അതായത് ഇത് അവസാനമല്ല, ഇത് മറ്റൊരു തുടക്കത്തിനുള്ള ഒരു സംഭവമാണ് ഈ നടന്നിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിൽ ബോധ്യം ലഭിക്കുന്നു. അങ്ങനെ ഫാദർ ഗ്രാൻഡെ എന്ത് ചെയ്തിരുന്നോ അത് താൻ തുടരുകയാണ് എന്നുള്ള ഒരു ദൗത്യം അദ്ദേഹം അവിടെ വെച്ച്, ആ ഒരു മൃതസംസ്കാര ചടങ്ങിൽ വെച്ച് അദ്ദേഹം ഏറ്റെടുക്കുന്നു. അതിന് ഫാദർ ഗ്രാൻഡയുടെ ദൗത്യം ഓസ്കാർ ഏറ്റെടുക്കുകയും പിന്നെ തുടർന്ന് കർഷകരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം തുടർന്ന് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അന്നത്തെ ഒരു മൃതസംസ്കാര ചടങ്ങിൽ പ്രസംഗിച്ച ഒരു ആർച്ച് ബിഷപ്പ് പറയുന്ന ഇപ്രകാരമാണ്. അതായത് ഒരു രക്തസാക്ഷിയുടെ മരണം കൊണ്ട് മറ്റൊരു ജീവൻ നൽകുകയായിരുന്നു. അതായിരുന്നു ഓസ്കർ റൊമേറോ. പിന്നെ തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഓസ്കർ പൂർണ്ണമായിട്ടും തൻ്റെ ജീവിതം ഇവർക്ക് വേണ്ടിയിട്ട്, ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ചിരിക്കുന്നതായി. അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ പ്രവർത്തിച്ചിരുന്ന വൈദികരുടെ ഇടയിലേക്ക് പട്ടാളക്കാർ ആണ് ഇറങ്ങിച്ചെല്ലുന്നത്. അതായത് ഇവരെ എന്തോ ആയുധങ്ങൾ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളും ആയിട്ട് അവർ പട്ടാളക്കാരെ അവരുടെ ഇടയിലേക്ക് പറഞ്ഞു വിടുകയും വളരെ ക്രൂരമായ രീതിയിൽ തന്നെ അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഒരുപാട് പേർക്ക് ജീവൻ നൽകേണ്ടതായി വന്നിട്ടുണ്ട്. ഈ കർഷക വിപ്ലവം അവിടെ സംഘടനകൾ ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം പ്രധാനമായിട്ടും സ്ത്രീകളും കുട്ടികളും വരെ ഇതിന് ഇരയായിത്തീരുന്നു. യാതൊരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെയാണ് അവർ ഏറ്റവും അധികം ഉപദ്രവിച്ചിരുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ ഓസ്കർ റൊമേറോ വളരെ തീക്ഷ്ണതയോടുകൂടി യാതൊരു ഭയവും കൂടാതെ തന്നെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഓസ്കറിൻ്റെ ഈ ഒരു നിലപാട് സർക്കാരിന് വളരെയേറെ എതിർപ്പുണ്ടാക്കി. അവർ ഓസ്കാറിൻ്റെ മേൽ അന്യായമായിട്ട് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുവാനായിട്ടും ആരംഭിച്ചു. അങ്ങനെ ഓസ്കാറിന് വളരെയേറെ നിശ്ചയമുണ്ടായിരുന്നു. കാര്യം ഇതുപോലെ തന്നെ തൻ്റെ സുഹൃത്തായ ഗ്രാൻഡേക്ക് എന്ത് സംഭവിച്ചോ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല തൻ്റെ കാര്യവും എന്നുള്ളതിൽ ഓസ്കാറിന് വളരെ നന്നായി തന്നെ അറിയാമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓസ്കാർ മുന്നോട്ട് തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പാരമ്പര്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റയ്ക്ക് പോരാടിയിരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഓസ്കാറിൽ കാണാൻ സാധിക്കുക. ഒരിക്കലും ഇതുപോലെ വലിയൊരു പട്ടാള ആക്രമണം നേരിട്ട സമയത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ അവരെ സഹായിക്കാനായിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ താൻ ആയിരിക്കുന്ന ആ ഒരു സെമിനാരി അവർക്കായിട്ട് തുറന്നിടുകയാണ് ഓസ്കാർ ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് അദ്ദേഹം സെമിനാരി തുറന്നിട്ടു. അന്ന് സെമിനാരിയിൽ ഒരു അവധിക്കാലം കൂടെയായിരുന്നു. അപ്പോൾ അതിനാൽ തന്നെ അവർക്ക് താമസിക്കാനുള്ള ഇടങ്ങളെല്ലാം അവിടെ എല്ലാം തയ്യാറായിരുന്നു. അങ്ങനെ ഈ പാവങ്ങളെയെല്ലാം അദ്ദേഹം താമസിപ്പിച്ചത് തൻ്റെ തന്നെ താനായിരുന്ന ആ ഒരു സെമിനാരിയിൽ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ എത്തിക്കാനായിട്ട് പലപ്പോഴും
പുറത്തുനിന്ന് സഹായം എത്തിക്കാനായിട്ട് പട്ടാളക്കാർ തടസ്സം ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുക. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം തൻ്റെ ജീവൻ പോലും വകവയ്ക്കാതെ അവർക്ക് വേണ്ടിയിട്ട് ശക്തമായ നിലപാടുകൾ എടുത്തിരുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദിവ്യബലിക്ക് മുമ്പുള്ള സമയങ്ങളിങ്ങനെ പറയാം, അദ്ദേഹം നീണ്ട ധ്യാനത്തിലായിരിക്കും. ഒരുപാട് മണിക്കൂറുകൾ അദ്ദേഹം പ്രാർത്ഥനയിൽ ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ട് അനേകർ വരുമായിരുന്നു. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ, തൻ്റെ പ്രവൃത്തിയിലൂടെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സുവിശേഷം തന്നെ ഏൽപ്പിച്ചിരുന്ന ആ ഒരു കടമയാണ് താൻ തൻ്റെ ഈ ഒരു ദൗത്യത്തിലൂടെ നിർവഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുക. തൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഫലം അവസാനം സമാധാനം തന്നെയാണെന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിന് സുവിശേഷത്തിലൂടെ തന്നെ അദ്ദേഹം അവിടെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ കർത്താവ് തന്നെ ഏൽപ്പിച്ച ആ ഒരു ജീവിത നിയോഗം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുവാനായിട്ടാണ് തന്നെ ദൈവം വിളിച്ചത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി അദ്ദേഹം കർഷകരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട്, പാവങ്ങളെ സഹായിക്കുവാനായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു. ജനകീയ വിപ്ലവ പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിലുള്ള സംഘടനമാണ് ആ നാട്ടിൽ അന്ന് നിലനിന്ന് പോന്നിരുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായും ഓസ്കാർ പരിശ്രമിച്ചിരുന്നത് ജനാധിപത്യം തിരികെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. പക്ഷേ പലപ്പോഴും അതെല്ലാം വിഫലമായി പോയിരുന്നു. ഗവൺമെൻറ് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെ പട്ടാളക്കാർ പാവങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയും അവരെ അകാരണമായിട്ട് അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരിക്കൽ ഒരു പട്ടാള ആക്രമണത്തിൽ 127ഓളം പേര് പാവങ്ങൾ ഒരുമിച്ച് മരണപ്പെടുകയും ആക്രമിക്കപ്പെടുകയും 30ഓളം പേര് കൊല്ലപ്പെടുകയും 5 വൈദികരുൾപ്പെടെ ആ ഒരു സംഘടനത്തിൽ, ആ ഒരു ആക്രമണത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു വൈദികനും അന്നത്തെ ആ ഒരു കലാപത്തിൽ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ ഓസ്കാറിനെ വളരെയേറെ ചിന്തിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് പിന്നീടും തുടർന്നുകൊണ്ട് ഇരുന്നത്. ഒരിക്കൽ സാൻ സാൽവഡോറിലെ ഒരു സ്ഥലത്ത് ഒരു യുവാക്കളുടെ ഒരു കൂട്ടായ്മ നടക്കുന്ന സമയത്ത്, ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പട്ടാളക്കാർ ഇവരുടെ ഇടയിലേക്ക് വാഹനങ്ങളുമായിട്ട് കടന്നു വന്ന് അവരെ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ അവർ വളരെ സമാധാനപരമായിട്ട് നടത്തിക്കൊണ്ട് പോയിരുന്ന ഒരു സമ്മേളനമായിരുന്നു അത്. ആ സമയത്താണ് പട്ടാളക്കാരുടെ വാഹനങ്ങൾ ഇടിച്ച് കയറുന്നത്. പെട്ടെന്ന് ഓസ്കാർ ഇത് അറിയുകയും ആ സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം കാണുന്നത് വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയായിരുന്നു. അതായത് യുവാക്കളുടെ തലയുടെ മുകളിലൂടെ പോലും വാഹനം കയറി ഇറങ്ങി ചതഞ്ഞ് കിടക്കുന്ന അവസ്ഥ. അത് ഏകദേശം 15 വയസ്സ് മുതലുള്ള യുവാക്കളായിരുന്നു അന്ന് ആ ഒരു സംഭവ സ്ഥലത്തുണ്ടായിരുന്നത്. അങ്ങനെ കുറേ പേര് അന്ന് അവിടെ ആ ഒരു ഇതിൽ കൊല്ലപ്പെടുകയാണ്. അവരുടെ ഇടയിലേക്ക് പ്രവാചക ശബ്ദവുമായിട്ട് പിന്നീട് ഓസ്കാർ വളരെ ഏറെ തീക്ഷ്ണതയോടുകൂടി തന്നെ ഇറങ്ങിച്ചെല്ലുന്നു അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താനായിട്ട്. ഇത് വളരെ ഏറെ ഓസ്കാറിനെ വേദനിപ്പിച്ച മറ്റൊരു സംഭവമായിരുന്നു ഇത്. ഇതിനുശേഷം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം അദ്ദേഹം സർക്കാരിനെതിരെയും ഒക്കെ അദ്ദേഹം വളരെ ശക്തമായി തന്നെ വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ ഇടയലേഖനങ്ങളിലൂടെയും എല്ലാം അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ സാമൂഹ്യ രംഗത്ത് അദ്ദേഹം ഇതുപോലെ ഇടപെടുന്നതിനോടൊപ്പം തന്നെ തൻ്റെ ശുശ്രൂഷകളിലും ഓസ്കാർ യാതൊരു വീഴ്ചയും വരുത്തിയിരുന്നില്ല. അതായത് ദിവസവും അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ ദിവ്യബലികൾ അർപ്പിക്കേണ്ടിയിരുന്നു. വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, മറ്റ് സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എല്ലാത്തിനെയും അദ്ദേഹം വളരെ സജീവമായി ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും, അതോടൊപ്പം തന്നെ മറ്റ് ആത്മീയമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ ഏറെ സജീവമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ ഏറെ നന്നായി പോയിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവന രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ആകൃഷ്ടരായ ഒത്തിരി പേര് അദ്ദേഹത്തെക്കുറിച്ച് അറിയുവാനും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അതോടൊപ്പം വർദ്ധിക്കുവാനും ഒക്കെ ആയിട്ട് ഇടയായി. പിന്നീട് നീതിയുടെയും സമാധാനത്തിൻ്റെയും പുതിയ മുഖമായി ഓസ്കാർ റൊമേറോ അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അംഗീകാരം എന്നോണം ജോർജ് ടൗൺ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി അംഗീകാരം നൽകുകയുണ്ടായി. ഇതറിഞ്ഞ് മറ്റ് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് വലിയ വലിയ ബഹുമതികൾ ലഭിക്കുകയുണ്ടായി.
ഓസ്കറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രധാനമായും ജനാധിപത്യം കൊണ്ടുവരിക, നാട്ടിൽ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. കർഷകരുടെ റൈറ്റ്സ് നടത്തി കൊടുക്കുക, അവകാശങ്ങൾ എടുത്തു കൊടുക്കുക എന്നിവയൊക്കെയായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ പുതിയൊരു ഗവൺമെൻറ് അവിടെ രൂപപ്പെടുന്നുണ്ട്. പക്ഷേ അത് അധികം നാൾ അത് മുന്നോട്ട് പോകുന്നില്ല. കാര്യം വീണ്ടും സൈന്യം തന്നെ ഭരണം ഏറ്റെടുക്കുകയും വീണ്ടും ആ രാജ്യത്തിൻ്റെ സിറ്റുവേഷൻ മുമ്പത്തേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ മെയ് 1-ാം തീയതി അവിടെ ജനകീയ വിപ്ലവ പാർട്ടികളുടെ ഒരു ജാഥയൊക്കെ നടക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ വളരെ സംഘർഷഭരിതമാവുകയും പെട്ടെന്ന് സൈന്യം അവിടെ ഇരച്ചു കയറി അവിടെ പെട്ടെന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, കെട്ടിടങ്ങൾ അഗ്നിക്കിരയാക്കുന്നു, ഒത്തിരി പേര് കൊല്ലപ്പെടുന്നു. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ പെട്ടെന്ന് ആ ദിവസം മെയ് 1-ാം തീയതി അവിടെ സംഭവിക്കുകയാണ്. അതിനെതിരെ പെട്ടെന്ന് ഓസ്കർ ഈ സംഭവങ്ങൾ അറിഞ്ഞ ഓസ്കർ വളരെ ശക്തമായ നിലപാടോടുകൂടി തന്നെ സർക്കാരിനെതിരെ സംസാരിക്കുന്നു. അങ്ങനെ ഓസ്കറിനോടൊപ്പം തന്നെ മറ്റൊരു വൈദികൻ ഫാദർ റാഫേലും ഉണ്ടായിരുന്നു. റാഫേൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. ഫാദർ റാഫേലും കൊല്ലപ്പെടുന്നു. അങ്ങനെ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ നിന്ന് യാതൊരു മാറ്റവും വരാതെ തന്നെ വളരെ ശക്തമായി തന്നെ നിന്നു. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം സർക്കാർ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തോടൊപ്പം ചർച്ച നടത്തുന്നുണ്ട്, സമാധാനപരമായിട്ട് ഇത് ഒത്തുതീർപ്പാക്കാനായി. അങ്ങനെ ഒത്തുതീർപ്പിന് 1-2 അവസരങ്ങൾ ഇതുപോലെ പലപ്പോഴും വന്നെങ്കിലും സർക്കാർ തങ്ങളുടെ നിലപാടുകൾ പറഞ്ഞിരുന്നത് പോലെ ഒന്നും പാലിച്ചിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ ഇതുപോലെ ഓസ്കർ തൻ്റെ അനുദിന ദിവ്യബലി അർപ്പിക്കുന്ന ദിവസം തൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു വൈദികൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അടുത്ത ദിവസത്തെ ദിവ്യബലി. അപ്പോൾ ആ ദിവസത്തെ ദിവ്യബലി അർപ്പിക്കുന്ന സമയം അദ്ദേഹം അന്നത്തെ ആ ഒരു സുവിശേഷ ഭാഗമൊക്കെ അദ്ദേഹം ദിവ്യബലി ആരംഭിക്കുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ അദ്ദേഹം ജീവൻ നൽകിയ ക്രിസ്തുവിനെ പറ്റിയൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ദിവ്യബലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സായുധ സംഘം ആ ദേവാലയത്തിലേക്ക് ഇരച്ചു കയറുകയും പെട്ടെന്ന് അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലോകജനതയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ നൽകിയ ക്രിസ്തുവിൻ്റെ ആ ബലിപീഠത്തിൽ വെച്ച് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് തന്നെ ഓസ്കർ റൊമേറോയും അവിടെ ബലിയായി തീരുകയാണ്. 1980 മാർച്ച് 24-നാണ് ഓസ്കർ റൊമേറോ മരണപ്പെടുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നെ ഏൽപ്പിച്ച കടമയാണ് ഞാൻ നിർവഹിക്കുന്നതെന്ന്. അപ്പോൾ ഏത് മേഖലയിൽ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരുന്നപ്പോഴും അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു, ക്രിസ്തു തന്നെ ഏൽപ്പിച്ച ആ ഒരു സുവിശേഷ ദൗത്യം തന്നെയാണ് തൻ്റെ സാമൂഹ്യ സേവനത്തിലൂടെ താൻ നിർവഹിക്കുന്നതെന്ന്. അങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ താൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ മരണത്തിലൂടെ അന്വർത്ഥമായി തീർക്കുകയാണ്. 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 2018 ഒക്ടോബർ 14-ാം തീയതി അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തുകയും ചെയ്യുന്നു.